ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ വിചാരിച്ചാൽ ഈ രാജ്യം മൊത്തം വിലയ്ക്ക് വാങ്ങാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ആ കളി കേരളത്തിൽ വന്ന് കളിക്കാമെന്ന് അദാനി കരുതിയിട്ടുണ്ടെങ്കിൽ വിചാരിക്കേ വേണ്ട, അത് നടക്കില്ല എന്ന വലിയൊരു താക്കീതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിയത്. ആ താക്കീതിൽ മോദിയും പെട്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ തണലിൽ എന്തും കാട്ടിക്കൂട്ടാമെന്ന് കരുതുന്ന ഗൗതം അദാനിക്ക് കേരളത്തിൽ വെച്ച് തന്നെ പാളി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ ആഗോള കപ്പൽ ഭീമന്മാർക്ക് രഹസ്യമായിട്ട് വിറ്റഴിച്ച് 13,000 കോടി രൂപയുടെ വൻ കച്ചവടം ഉറപ്പിച്ച അദാനി ഗ്രൂപ്പിനെ നിയമസഭയിൽ പഞ്ഞിക്കിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. രാജ്യം മുഴുവൻ വിലയ്ക്ക് വാങ്ങിയാലും കേരളത്തിൽ വന്ന് അദാനിയുടെ തോന്നിവാസം നടക്കില്ല എന്ന സതീശന്റെ എയർ ഷോട്ട് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ബി.ജെ.പി. നേതാക്കളെയും അതോടൊപ്പം തന്നെ മോദിയും വെട്ടിലാക്കിയിരിക്കുകയാണ്. അദാനിയുടെ സ്വിറ്റ്സർലൻഡ് കമ്പനിയുടെയും രഹസ്യ ഓഹരി ഇടപാടുകൾ പുറത്തു വന്നത് പത്രവാർത്തകളിലൂടെ മാത്രമാണ്. സർക്കാരിനെ പോലും നോക്കുകുത്തിയാക്കി യാതൊരുവിധ ഔദ്യോഗിക അനുമതിയും തേടാതെ വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി ഒളിച്ചുകളി നടത്താൻ നോക്കി. വിഴിഞ്ഞത്തെ സ്വന്തം കുത്തകയാക്കി മാറ്റാനും ഭാവിയിലെ വികസന സാധ്യതകളെ തകർക്കാനും ലക്ഷ്യമിട്ട് അദാനി ഗ്രൂപ്പ് നടത്തിയ ഈ ഒരു വമ്പൻ കോർപ്പറേറ്റ് കളിയാണ് വി.ഡി. സതീശൻ കൃത്യമായിട്ട് പൂട്ടിച്ചത്. കരാറിലെ ക്ലോസ് 40 അനുസരിച്ച് 25% മുകളിൽ ഓഹരി പങ്കാളിത്തം മാറിയാൽ അത് ഉടമസ്ഥാവകാശ കൈമാറ്റത്തിന്റെ പരിധിയിൽ വരും. ഇതിന് കേരള സർക്കാരിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാണ്. അദാനി കോടികൾ കൊണ്ടുവന്നൊഴുക്കിയാലും നിയമപരമായിട്ടുള്ള ഈ ഒരു അനുമതിയില്ലാതെ വിഴിഞ്ഞത്ത് ഒരു ഫയൽ പോലും അനങ്ങില്ല എന്ന് മുഖ്യമന്ത്രി വളരെയധികം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു. ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി ആയിട്ടായിരുന്നു സഭയെ ഞെട്ടിച്ച ആ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയത്. വിഴിഞ്ഞം പോർട്ട് അദാനിയുടെ വകയില്ലെന്നും അത് കേരളത്തിന്റെ സ്വന്തം സ്വത്താണെന്നും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു സതീശന്റെ നിലപാട് എന്ന് പറയുന്നത്. ദേശീയ സുരക്ഷയും കുത്തവൽക്കരണവും വിവേചനരഹിതമായിട്ടുള്ള പൊതു ഉപയോഗം സർക്കാർ ഉറപ്പുവരുത്തുമെന്നും പറഞ്ഞു. കോർപ്പറേറ്റുകളുടെ കൊള്ള ലാഭത്തിന് മുന്നിൽ വിറച്ചു നിൽക്കുന്ന പഴയ സർക്കാരല്ല ഇപ്പോൾ കേരളത്തിലുള്ളത് എന്ന വി.ഡി. സതീശന്റെ ഈ ഒരു മാസ് ഡയലോഗ് അദാനി ഗ്രൂപ്പിനേറ്റ ഏറ്റവും കനത്ത പ്രഹരമാണ്. എന്തായാലും ദേശീയ സുരക്ഷയും പൊതു താല്പര്യവും മുൻനിർത്തിയ അദാനിയുടെ തോന്നിയാസങ്ങൾക്ക് മുന്നിൽ വിറച്ചു നിൽക്കാതെ കൃത്യമായിട്ടുള്ള പൂട്ടാണ് ഈ ജനാധിപത്യ സർക്കാർ വിഴിഞ്ഞത്ത് ഇട്ടിരിക്കുന്നത്. കേരളത്തിന്റെ പൊതു സ്വത്ത് കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാൻ വിട്ടുകൊടുക്കുന്നില്ല എന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞ ആ ഒരു തെളിവ് സഹിതം അല്ലെങ്കിൽ വളരെ വിശദമായിട്ട് പറഞ്ഞത് നമുക്ക് കാണാം. കേരളത്തിന്റെ പൊതു താല്പര്യം പരിഗണിക്കുമ്പോൾ ഈ MSC ഒരു കപ്പൽ കമ്പനിയാണല്ലോ. ആ കപ്പൽ കമ്പനിയുമായി പോർട്ട് ഓപ്പറേറ്റർ കൂടിയായ കൺസെഷണർ അദാനി കൂട്ടുടമസ്ഥതയിലാകുമ്പോൾ ഇവിടെ ഒരു കുത്തക അവകാശം മൊണോപ്പൊളി സ്ഥാപിതമാവുകയാണ്. കേന്ദ്രവുമായി നമ്മൾ നടത്തിയ ചർച്ചകളിൽ ഇതിൽ വലിയ തോതിലുള്ള എക്സ്പാൻഷൻ പദ്ധതികൾ സർക്കാർ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഈ സർക്കാരിനും വേറെ തടസ്സമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ലോകോത്തര മാതൃകയിൽ മൾട്ടി ഓപ്പറേറ്റർ പോർട്ടായി നാം വൻതോതിൽ വളരും. ഇതാണ് ചർച്ചകളിൽ കണ്ടിരുന്നത്. പക്ഷേ ഇതാണെങ്കിൽ എതിർച്ചയിൽ പോകും. അത് ശങ്കിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് മൾട്ടി ഓപ്പറേറ്റർ പോയിട്ട് മൾട്ടി ക്ലൈറ്റൈൽ പോലും ഇല്ലാതെയാവും. എന്താണ് നാം കാണേണ്ടത്? വികസന സാധ്യതകൾ ചുരുങ്ങുകയാണ്, മത്സരക്ഷമത തകർക്കപ്പെടുകയാണ്, മൊണോപ്പൊളി വല്ലാതെ വേരുപിടിപ്പിക്കുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത്. മാത്രമല്ല, ഒരാശങ്ക കൂടി സൂചിപ്പിക്കുകയാണ് ഞാൻ, മറ്റ് സാമ്പത്തിക ക്രമക്കേടുകൾക്കും ഇത് വഴിവെക്കും. കാരണം അദാനിയുടെ സ്റ്റേറ്റ് പാർട്ണർഷിപ്പുള്ള പോർട്ട് ഇത് മാത്രമാണ്. ബാക്കിയെല്ലാം അവരുടെ കയ്യിലുള്ളതെല്ലാം സ്വന്തമാണ്. ഇങ്ങനൊരു കമ്പനിയുമായിട്ടുള്ള ഒരു മൊണോപ്പൊളി സാധ്യമാകുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട 2035 മുതലാണെങ്കിലും നമ്മുടെ സർക്കാരിന് വരുമാന വീതം കിട്ടണമല്ലോ. അതിനെ കൃത്രിമമായി കുറവ് വരുത്താനും ഇടയാകില്ലേ എന്നതും നാം ശങ്കിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതെല്ലാം കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്താണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ശരി, ഞാൻ ഇന്ന് രാവിലെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പത്രവാർത്തയിലൂടെ മാത്രമാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഈ കൺസെഷനറിന്റെ അകത്ത്, ഈ കൺസെഷൻ എഗ്രിമെന്റിന്റെ അകത്ത് ക്ലോസ് 5.3 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ദ കൺസെഷനയർ ഷാൽ നോട്ട് അണ്ടർടേക്ക് ഓർ പെർമിറ്റ് എനി ചേഞ്ച് ഇൻ ഓണർഷിപ്പ് വിതൗട്ട് ദ പ്രിയർ അപ്രൂവൽ ഓഫ് ദി അതോറിറ്റി. അതോറിറ്റി ഈസ് ദ ഗവൺമെന്റ് ഓഫ് കേരള. നമ്മുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഇതിൻ്റെ അകത്ത് ഒരു ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കമ്പനി ആക്ട് അനുസരിച്ചിട്ട് 25% മീതെയുള്ള ഒരു ഇത് കൊടുക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓണർഷിപ്പ് ചേഞ്ചിലേക്ക് പോകുന്നതാണ്. 75%-ലേറെ പോയാൽ ഇവിടെ അക്വിസിഷൻ ഓഫ് 25% ഓർ മോർ ഓഫ് ദ ഇക്വിറ്റി ഓഫ് ദ കൺസെഷനർ വെദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചേഞ്ച് ഓഫ് ഓണർഷിപ്പ്. 25%-ലേറെ അത് ഒരു ഷെയർ കൊടുത്താൽ ഓണർഷിപ്പ് ചേഞ്ച് ആണ്.
അപ്പോൾ ഓണർഷിപ്പ് ചേഞ്ച് ഈ ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കയ്യിലേക്ക് അത് വന്നിട്ടില്ല. പരിശോധിക്കാൻ വരുമ്പോൾ നമ്മളത് പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലുള്ള ചില ഉത്കണ്ഠകളുണ്ട്. ആ ഉത്കണ്ഠകൾ കൂടി നമ്മൾ പരിശോധിക്കും. ഒന്നാമത്തെ കാര്യം സെക്യൂരിറ്റിയാണ്, നാഷണൽ സെക്യൂരിറ്റി. അത് ഈ എഗ്രിമെന്റിൽ തന്നെ പറയുന്നുണ്ട്, നാഷണൽ സെക്യൂരിറ്റി. രണ്ട്, പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. നാഷണൽ സെക്യൂരിറ്റി നേരത്തെ പറഞ്ഞു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും കൂടി അനുമതി ഇതിന് വേണ്ടി വരും 2 പ്രാവശ്യം. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അനുമതി മാത്രമല്ല, ഈ അനുമതി കൂടി വേണ്ടി വരും. പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങ് ചൂണ്ടിക്കാണിച്ചു, പക്ഷെ ഭയങ്കരമായി അത് ഭയങ്കര കുഴപ്പമാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കോമൺ യൂസർ ഫെസിലിറ്റി അവിടെ ഉണ്ടാകും. ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള യൂസർ ഫെസിലിറ്റി ആണ് അവിടെ ഉണ്ടാകണം. അവിടെ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകാൻ, ഒരു മോണോപ്പൊളി, ഒരു കുത്തക അവിടെ ഉണ്ടാകാൻ പാടില്ല ഈ കമ്പനിക്ക്. ആ കുത്തക ഉണ്ടാകില്ല എന്ന് ഗവൺമെന്റാണ്, സംസ്ഥാന സർക്കാരാണ് ഉറപ്പുവരുത്തേണ്ടത്. വിവേചനരഹിതമായി എല്ലാ ഇതിന് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അതായത് ഷിപ്പിംഗ് ലൈൻസ് ഉണ്ട്, വെസൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഷിപ്പേഴ്സ് ഉണ്ട്, കൺസൈനീസ് ഉണ്ട്, ഫ്രൈറ്റ് ഫോർവേഡേഴ്സ് ഉണ്ട്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും വിവേചനരഹിതമായ സ്ഥലം ഒരു കോമൺ സ്ഥലമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കോമൺ ഫെസിലിറ്റി ഉണ്ടാകണം. ഒരു കുത്തകയായി, കോമൺ യൂസർ ഫെസിലിറ്റി ഉണ്ടാകണം. കുത്തകയായി ഈ കമ്പനിയുടെ കുത്തകയായി മാറരുത് ഒരു കാരണവശാലും. പിന്നെ ഈ കമ്പനി വെറും ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റർ മാത്രമല്ല, അവര് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണ്. കണ്ടെയ്നർ ടെർമിനൽ ഫെസിലിറ്റീസ് എല്ലാം ഉള്ള കമ്പനിയാണ്. അവർ ഏതെല്ലാം രീതിയിലാണ് ഇത് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കണം. നമ്മൾ ഒരു 5 കാര്യം ഗവൺമെന്റ് ഉറപ്പുവരുത്തും. 5 കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി ആസ്പെക്ട് 1. 2, പൊതു താല്പര്യം. നേരത്തെ ഇപ്പൊ ഞാൻ ഇവിടെ വിശദീകരിച്ചതുപോലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ യൂസർ ഫെസിലിറ്റി ഉണ്ടാകണം എന്നുള്ള കാര്യം. പിന്നെ നല്ല ഫെയർ കോമ്പറ്റീഷൻ, നല്ല മത്സരാധിഷ്ഠിതമായി അവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ പറ്റണം. എല്ലാവർക്കും അതിനുള്ള ആക്സസ് ഉണ്ടാവണം. 4ാമത്തത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യണം. ആണെങ്കിൽ ഒരു കമ്പനിയുടെ അല്ല, എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. 5ാമത്തത് നമ്മൾ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു ദൂര കാഴ്ചയോട് കൂടിയ അതിന്റെ ഒരു വികസനത്തിന്റെ ആസ്പെക്ട് കൂടി. ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് സംസ്ഥാന താല്പര്യവും നമ്മുടെ വരുമാനത്തിന്റെ താല്പര്യവും അവിടെ ഒരു മത്സര അടിസ്ഥാനത്തിൽ നമ്മുടെ പോർട്ടിന് പുറത്തുള്ള ആക്ടിവിറ്റികൾ കൂടി നല്ല ഗൗരവതരമായി നമുക്ക് കൈകാര്യം ചെയ്യാനും മറ്റ് കമ്പനികൾക്ക് വരാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ ഇതിനുള്ള അംഗീകാരം ഈ സർക്കാർ കൊടുക്കുകയുള്ളൂ.